ഇതിൽ ഏറ്റവും വലിയ റെഫറൻസ് നമ്മള് പാവം രാജുവേട്ടനെ നിങ്ങൾ എല്ലാരും കൂടി എയറിലാക്കി ഇലുമിനാറ്റി ആക്കി എന്നുള്ളതാണ്. അത് പുള്ളിയെ തന്നെ കാസ്റ്റ് ചെയ്യാനിരുന്നതാണെന്നുള്ളതാണ് വേറൊരു സത്യം. ആണോ? സൈജു ചേട്ടൻ്റെ ക്യാരക്ടർ. സൈജാൻ്റെ ക്യാരക്ടർ ആക്ച്വലി ഞങ്ങൾ ഡിസൈൻ ചെയ്തത് രാജുവേട്ടനെ മനസ്സിൽ വെച്ചുകൊണ്ടാണ്. പക്ഷേ അത് നമുക്ക് അങ്ങോട്ട് ചെല്ലാൻ പറ്റിയില്ല, അങ്ങോട്ട് ഗെറ്റ് ത്രൂ ചെയ്യാൻ പറ്റിയില്ല. പുള്ളിയുടെ പൃഥ്വിരാജ് പ്രൊഡക്ഷൻസിൻ്റെ മെയിലിലൊക്കെ പുള്ളിയെ വെച്ചിട്ട് എഡിറ്റ് ചെയ്ത, പിക്സാർട്ടിൽ എഡിറ്റ് ചെയ്ത ഒരു ഫോട്ടോ ഒക്കെ വെച്ചിട്ട് ഇങ്ങനെയാണ് സാധനം. പുള്ളിക്കൊരു ഇലുമിനാറ്റി കോൺസ്പിറസി കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അത് വെച്ചിട്ട് ഇപ്പോൾ ഒരു സ്പൂഫ് പരിപാടി അങ്ങനെ ഒരു സാധനമാണ്. അവിടെ ഈ കൂടെ പൃഥ്വിരാജ് എന്ന പേരുള്ള ഒരുത്തനും കൂടെ ചെന്നിരിക്കുമ്പോൾ ഉണ്ടാകുന്ന കോമഡീസ് അങ്ങനെയുള്ള കാര്യങ്ങളാണ്. പക്ഷേ സൈചേട്ടൻ നമ്മുടെ ഒരു എന്താണ് അഡ്ജസ്റ്റ്മെൻറ്റോ അങ്ങനെയൊന്നും അല്ലായിരുന്നു. സൈചേട്ടൻ ആക്ച്വലി ഇല്ലാത്ത ഡേറ്റ് ഉണ്ടാക്കിയെടുത്ത് വന്നതാണ്. സോ നമുക്ക് സൈചേട്ടൻ വേണം അത്രയും നിർബന്ധം പിടിച്ചതുകൊണ്ട് പുള്ളി വന്ന് ചെയ്തതാണ്. അപ്പോൾ അത് മൂന്ന് ദിവസത്തെ ഡേറ്റിലാണ് പുള്ളി വന്ന് ചെയ്തത്. ഒന്ന് നോക്കിയറിയാം, അതിൽ സൈചേട്ടൻ്റെ മേക്കപ്പിന് ഒരു പൃഥ്വിരാജ് റെസംബ്ലൻസ് ഉണ്ട്. അത് മേക്കപ്പ് മാൻ രതീഷ് പുൽപ്പള്ളി മനഃപൂർവ്വം ചെയ്ത ഒരു കരവിരുതാണ്.